ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നമുക്കൊരു അടിപൊളി ഒരു സാമ്പാർ ഉണ്ടാക്കിയാലോ? നല്ല കായൊക്കെ കൂട്ടിയിട്ടിട്ട് നല്ല അടിപൊളി ഒരു സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കടയിൽ പോയിട്ട് കുറേ പച്ചക്കറികൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. റൂമിന് തൊട്ടടുത്തുള്ള ഒരു മലയാളി കടയിൽ നിന്ന് തന്നെ പോയി വാങ്ങിച്ചതാണ്. അതുകൊണ്ട് അവർ സാമ്പാറിനുള്ള എടുക്കുമ്പോൾ അവരൊന്നും പറയത്തൊന്നുമില്ല, എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുന്നത്. ഇതെല്ലാം കൂടെ ക്ലിയർ ചെയ്ത് ക്ലീനാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അമരപ്പയറും വെണ്ടയ്ക്കയാണ് മാറ്റി വെച്ചേക്കുന്നത്. സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് അതും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ചീനിച്ചട്ടി എടുത്തിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് വയ്ക്കുക. ഇത് ഇങ്ങനെയാണ് ഞാൻ സാമ്പാറിനകത്ത് ചേർക്കുന്നത്. നമ്മുടെ പച്ചക്കറികളെല്ലാം കൂടെ കുറച്ച് വെള്ളവും മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. നമ്മുടെ പച്ചക്കറികളെല്ലാം കൂടെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് തിളപ്പിച്ച് ചൂടാക്കി വെച്ചിരുന്ന പൊടിയെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ വെണ്ടയ്ക്ക സെപ്പറേറ്റാണ് ഞാൻ ചേർക്കുന്നത്. അതെങ്ങനെയാണ് ചേർക്കുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അത് ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉണക്കമുളക് കുറച്ച് ഇടുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് നമുക്ക് ഇവിടെ കിട്ടും. അതിലേക്ക് ഞാൻ വെണ്ടയ്ക്ക ഇങ്ങനെയാണ് ചേർക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അന്നേരം പ്രത്യേക ഒരു ടേസ്റ്റിംഗ് കാണും. അധികം കൊഴുപ്പ് ഇറങ്ങത്തുമില്ല. ഇങ്ങനെയാണ് ഞാൻ വെണ്ടയ്ക്ക ചേർക്കുന്നത്. ആരൊക്കെ ഇങ്ങനെയൊക്കെ ചേർക്കുന്നത് കമൻറ്റ് ഇടണം കേട്ടോ. ഈ രീതിയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ഓൺലൈനിൽ വരുത്തിയേക്കുന്ന കായപ്പൊടി കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇച്ചിരി കൂടുതൽ. സാമ്പാറിന് കായപ്പൊടിയാണല്ലോ മെയിൻ. നിങ്ങൾ ആ ഭിത്തിയിൽ പരിസരം നോക്കണ്ടേ. നമ്മുടെ ഇവിടുത്തെ റൂമിൻ്റെ ഒരു അടുക്കള ആയതുകൊണ്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.